നമ്മുടെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിൽ സ്ഥിതി ചെയ്യുന്ന പേപ്പാറ വന്യജീവി സങ്കേതത്തിലെ പേപ്പാറ ഡാമിലേക്കാണ്. പേപ്പാറ ഡാമിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഹിഡൻ സ്പോട്ടും കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് പേപ്പാറയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഈ കാണുന്ന റോഡുകളിലൂടെയാണ് നമുക്ക് പേപ്പാറ ഡാമിലേക്ക് പോകാനുള്ളത്. റോഡിൻ്റെ രണ്ട് സൈഡും മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയ ആളനക്കമൊന്നുമില്ലാത്ത റോഡാണിത്. നമ്മൾ ഈ പേപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ഏക റെസ്റ്റോറൻ്റാണിത്. ഇതിൻ്റെ പേര് തന്നെ കാട്ടിലെ കടയെന്നാണ്. നമ്മുടെ തിരുവനന്തപുരത്തു നിന്നും ഏകദേശം 37 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഏകദേശം 75 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 1983 പേപ്പാറ ഡാമിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചത്. ഈ കാണുന്നതാണ് കുട്ടപ്പാറ ചെക്ക് പോസ്റ്റ്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് ഡാമിലേക്ക് പോകാനുള്ളത്. ഈ ഒരു പോയിന്റ് എത്തുമ്പം മരങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒന്നൊരു അടിപൊളി വ്യൂ ആണ് നമുക്ക് തരുന്നത്. ഈ കാണുന്നതാണ് പേപ്പാറ ഡാമിൻ്റെ പ്രവേശന കവാടം. നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിവിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഇതിൻ്റെ മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇങ്ങോട്ടുള്ള പ്രവേശന സമയം. ഇവിടെ പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു ആംബിയൻസ് ആണ്. വളരെ ശാന്ത സുന്ദരമായൊരു അന്തരീക്ഷം. കേരള വാട്ടർ അതോറിറ്റിയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഇതിനകത്തുണ്ട്. ഈ കാണുന്നതാണ് പേപ്പാറ ഡാം. ഈ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ളൊരു അടിപൊളി വ്യൂ ആണ് ഈ കാണുന്നത്. ഡാമിലേക്ക് പോകാനുള്ള വഴിയാണിത്. നമ്മളിപ്പോൾ നടന്നു വന്നത് വണ്ടികൾക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ്. നിങ്ങൾ ഈ ഒരു വഴി കാണിക്കാൻ വേണ്ടി ഇതുവരെ നടന്നു വന്നതാണ്. നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങാവുന്നതാണ്. നിലവിലൊരു 3 മാസത്തോളമായിട്ട് ഈ ഡാമിൻ്റെ ഉള്ളിലോട്ടുള്ള പ്രവേശനം ക്ലോസ്ഡ് ആണ്. റീസെൻ്റ്ലി എന്തോ ഒരു അപകടം നടന്നതാണ് കാര്യമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലെഫ്റ്റിലോട്ട് റോഡ് കിടപ്പുണ്ട്. അതിലെ കൂടെ പോയി നിങ്ങൾക്കൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഇത് നമ്മുടെ ഡാമിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു അടിപൊളി വ്യൂ ആണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് പേപ്പാറയുടെ തൊട്ടടുത്തുള്ള അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. ഈ കാണുന്ന ഇടതോട്ടുള്ള റോഡ് വഴിയാണ് നമുക്ക് പൊടിയക്കാലിലേക്ക് പോകാനുള്ളത്. ഈ പോകുന്ന വഴിയുടെ തുടക്കം കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൈവറ്റ് വെഹിക്കിളാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു പോവുക. പ്രൈവറ്റ് വെഹിക്കിൾ എന്ന് എടുത്ത് പറയാൻ കാരണം ഈ റൂട്ടിലൂടെ ഒരു KSRTC സർവീസ് നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
ഈ പോകുന്ന വഴിയിലേക്കുള്ള പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ പൊടിയക്കാല എന്ന് പറയുന്നത് ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. കാണിക്കാർ വിഭാഗത്തിലുള്ള ട്രൈബൽസിനെയാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇവിടെയുള്ളവരുടെയൊക്കെ പ്രധാന വരുമാനം കൃഷിയും മറ്റു കാര്യങ്ങളുമാണ്. ഇങ്ങോട്ടേക്കുള്ള യാത്ര സേഫ് ആണോ എന്ന് ചോദിച്ചാൽ മുമ്പ് കാലഘട്ടങ്ങളിൽ ഇവിടെ കുറേ എലിഫൻ്റ് അറ്റാക്കൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പൊടിയക്കാല എത്തുന്നവരെയുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ഇതുപോലെയാണ്, വലിയ ആളനക്കമൊന്നും ഇല്ലാത്ത റൂട്ടാണ്. അപ്പം നമ്മൾ പൊടിയക്കാലിലെ കാഴ്ചകൾ കാണാനായി നമ്മുടെ യാത്ര മുമ്പോട്ട് തുടരുകയാണ്. നമ്മൾ ഇതുവരെ വന്ന യാത്ര വെറുതെ അല്ലെന്ന് മനസ്സിലായത് ഇതുപോലത്തെ കാഴ്ചകൾ കണ്ടപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പോയി കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് അതൊക്കെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.